അസ്വാഭാവികമായിട്ട് നമ്മുടെ നട്ടെല്ലിന് ഏതെങ്കിലും ഒരു വശത്തോട്ടുണ്ടാകുന്ന ഏതെങ്കിലും ഇതിലുള്ള ഒരു ചെരിവോ വളവോ വരുന്ന ഒരു കണ്ടീഷനെയാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ക്ലിനിക്കിലേക്ക് വരുന്ന ആളുകൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വന്നിട്ടുള്ള ഈ വളവും ചെരിവും നമുക്ക് പഴയതുപോലെ നോർമലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കോളിയോസിസ് രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് സ്ട്രക്ചറൽ സ്കോളിയോസിസും മറ്റൊന്ന് നോൺ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൽ സ്കോളിയോസിസ് ആണെങ്കിൽ നമ്മൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതാ സ്ട്രക്ചർ, ആ നട്ടെല്ലിൻ്റെ സ്ട്രക്ചർ, ആ കശേരുക്കളുടെ അലൈൻമെൻറ്റ് കൃത്യമായി അതിൽ തന്നെ ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നോൺ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്കോളിയോസിസ് ആണെങ്കിൽ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ IT പ്രൊഫഷണൽസ്, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ്, ഗോൾഡ് സ്മിത്ത്, ബ്ലാക്ക് സ്മിത്ത്, അവരൊക്കെ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ഒന്ന് ചാഞ്ഞോ ചെരിഞ്ഞോ വളരെയധികം നാൾ അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ, അതായത് സ്പൈനൽ മസിൽസിൽ ഇമ്പയർഡ് ആവുകയും പതുക്കെ അവരുടെ പോസ്ചർ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾക്കാണെങ്കിൽ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ നമുക്കത് നേരെയാക്കി എടുക്കാവുന്നതാണ്.